കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗ്. എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം ഡിവിഷൻ നൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചതാണ്. എന്നാൽ കോൺഗ്രസ് അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ 13 സീറ്റുകളിൽ കോൺഗ്രസും 9 സീറ്റുകളിൽ ജോസഫ് ഗ്രൂപ്പുമായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ അധികമായി ഒരു സീറ്റ് കൂടി വന്നിട്ടുണ്ട്. അതിനാൽ മുസ്ലിം ലീഗിന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം. സീറ്റ് വിഭജനത്തിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകും. ഇടതു മുന്നണിയിലെ സീറ്റ് ചർച്ചയും ഇന്ന് തുടരും. ജി ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തായാലും UDF-ൽ ലീഗിന്റെ ഈ ആവശ്യം തന്നെയാണല്ലോ ഇപ്പോൾ പ്രധാനമായി വന്നിരിക്കുന്നത്. ആവശ്യം അംഗീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ടോ? മഞ്ജുഷ, കഴിഞ്ഞ തവണ ഈ ആവശ്യം മുന്നോട്ട് വരികയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് വളരെ മുൻപ് തന്നെ ഈ ഒരു ആവശ്യം ഒരു സമ്മർദ്ദമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപക്ഷെ അംഗീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ലീഗ് വിശ്വസിക്കുന്നത്. അതായത് എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം, എരുമേലി കൊടുത്തില്ലെങ്കിൽ മുണ്ടക്കയം എന്നുള്ളതാണ്. മുണ്ടക്കയം എരുമേലിയിൽ CPI-യും മുണ്ടക്കയത്ത് CPM-ഉമാണ് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിലൊന്ന് ഒരുപക്ഷെ കോൺഗ്രസ് കൊടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്ന് പകൽ മുഴുവൻ ചർച്ചയുണ്ട്. ഇതിനുശേഷമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഉൾപ്പെടെയുള്ള ചർച്ചയുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. തൊട്ടിപ്പുറത്ത് LDF-ലെ സീറ്റ് ചർച്ചയും തുടരുകയാണ്. 10ാം സീറ്റ്, 9 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ഈ CPM-ഉം ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചിരുന്നത്. അത് 10 സീറ്റ് വേണം, അതായത് തലനാട്, അധികമായി വന്ന തലനാട് സീറ്റ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ തലനാട് സീറ്റ് ഒരുപക്ഷെ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ പകരം ഏതെങ്കിലും സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് 10 സീറ്റ് നൽകാതിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ, CPM അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ് ഇടതുമുന്നണിയിലെ ഒരു കൗതുകമായി ബാക്കി നിൽക്കുന്നത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി